നമസ്കാരം. നമസ്കാരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കിന്നൊരു അതിഥിയായിട്ടുള്ളത് ഫാദർ മനോജാണ്. മനോജ് ഒരു വൈദികനായിരുന്നു. ഇത് പ്രത്യേകിച്ച് പറയണ്ട, ഫാദർ മനോജ് എന്ന് പറയുമ്പോൾ വൈദികനാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വൈദികനല്ല. അതിനുള്ള കാരണം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. അദ്ദേഹം ശബരിമലയ്ക്ക് അയ്യപ്പനെ കാണാൻ കെട്ടുമുറുക്കി മലയ്ക്ക് പോയി. അപ്പോൾ ഒരു ക്രൈസ്തവന് പറഞ്ഞിട്ടുള്ള 10 പ്രമാണങ്ങൾ അല്ലേ, 10 പ്രമാണങ്ങൾ ലംഘിച്ചു എന്ന പേരിൽ അദ്ദേഹത്തെ സഭ പുറത്താക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അതിൻ്റെ ഒരു നിജസ്ഥിതി നമുക്ക് മനോജ് അച്ഛനോട് ചോദിക്കാം. അച്ഛാ, ഇന്ത്യ ലൈവിലേക്ക് സ്വാഗതം. താങ്ക് യു. എന്താണ് ഇത്, അച്ഛൻ മലയ്ക്ക് പോയി എന്നതിൻ്റെ പേരിൽ അച്ഛനെ പുറത്താക്കി? കാരണം എനിക്കറിയാവുന്ന ഒരുപാട് ക്രൈസ്തവർ മലയ്ക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ശബരിമലയ്ക്ക് പോയി എന്നതുകൊണ്ട് ഒരാളെ സഭ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ക്രൈസ്തവ സഭയ്ക്ക് അയ്യപ്പൻ്റെ കാര്യത്തിലെങ്കിലും ഉദാരമായ ഒരു മനോഭാവം ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല, ഇപ്പോൾ അച്ഛൻ ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ അച്ഛൻ്റെ നെറ്റിയിൽ ഞാൻ ചന്ദനക്കുറി കാണുന്നുണ്ട്. ചന്ദനക്കുറി മാത്രമല്ല, ഞാൻ അടുത്ത ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാല കിട്ടും. പുറത്താക്കിയാളെ ഇനി പുറത്താക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഈ കഥ? എന്താ? ഓക്കെ, ശരിക്കും ഞാനൊരു അച്ഛനാകുന്നതിന് മുന്നേ 24 വർഷം ഞാനൊരു IT പ്രൊഫഷനിലായിരുന്നു. ഞാൻ ബേസിക്കലി ഞാൻ 24 വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഐടിയുടെ തുടക്കകാലം മുതൽ ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പോൾ ഒരു നല്ലൊരു സമയം, ഒരു 24 വർഷത്തോളം ഞാൻ IT ഫീൽഡിലുണ്ടായിരുന്നു. പല മൾട്ടിനാഷണൽ കമ്പനികളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചെറുപ്പനാൾ മുതലേ ഞാനൊരു സത്യാന്വേഷണിയായിരുന്നു. അപ്പോൾ ബൈബിളിൽ കേൾക്കുന്ന പല കാര്യങ്ങളുടെയും സത്യാവസ്ഥ, നിജാവസ്ഥ മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒത്തിരി ക്വസ്റ്റ്യൻസ് അന്നേ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ IT പ്രൊഫഷനിൽ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴും പിന്നിൽ എൻ്റെ ഒരു ആത്മീയ ജീവിതം പാരലായിട്ട് ഞാൻ കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ ബൈബിൾ പറയുന്ന ആത്മീയ സത്യങ്ങളെ, ഇപ്പോൾ ബൈബിൾ പറയുന്ന മത സത്യങ്ങളല്ല, ബൈബിൾ പറയുന്ന ആത്മീയ സത്യങ്ങളെ എനിക്ക് ഗ്രഹിക്കാനും അതെൻ്റെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാനും പറ്റിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയ, ഞാൻ അനുഭവിച്ച കാര്യത്തെ മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുക്കണമെന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു. സോ അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രൊഫഷനോടൊപ്പം തന്നെ തിയോളജി പഠിക്കുകയും ഡോക്ടറേറ്റ് എടുക്കുകയും ഒപ്പം തന്നെ ഞാൻ ഒരു പ്രീസ്റ്റ്ഹുഡിലേക്ക് കയറുന്നത്. അപ്പോൾ പ്രീസ്റ്റ്ഹുഡിലേക്ക് കയറുമ്പോൾ എനിക്കൊരു ചർച്ചിൻ്റെ ചാർജ് വേണം, കുറച്ച് മതപ്രസംഗം ചെയ്യണമെന്നല്ല അല്ല എൻ്റെ ടാർഗറ്റ്. എൻ്റെ ടാർഗറ്റ് ഞാൻ അറിഞ്ഞ സത്യത്തെ ഓതൻറ്റിസിറ്റിയോടുകൂടെ, ആധികാരികതയോടുകൂടെ കുറച്ച് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനൊരു മുഖാന്തരം പ്രീസ്റ്റ്ഹുഡ് ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി ഞാൻ ജനിച്ചു വളർന്നത് CSI ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ CSIയിലെ ചർച്ചിലെ ഒരു പ്രീസ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ കടമ്പകൾ ഏറെയാണ്. ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പം ഈ RC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. ഒരു 10-20 വർഷം അതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ മാത്രമേ ആകാൻ പറ്റുള്ളൂ. ഇപ്പോൾ CSIയിലാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 5 വർഷം മിഷണറി പ്രവർത്തനം ചെയ്യണം, നോർത്ത് ഇന്ത്യയിൽ പോയി. അത് കഴിഞ്ഞിട്ട് വന്ന് ചർച്ചിൻ്റെ ചാർജ് കമ്പൾസറി ആയിട്ട് എടുത്തിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശരിക്കും ഒരു ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ടിലേ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞാൻ ഇപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ആംഗ്ലിക്കൻ ചർച്ചിനകത്ത് അധികം ചർച്ചുകളില്ല. എന്നൊരു ചർച്ചിൻ്റെ ചാർജ് വേണ്ട. പകരം അവർ പറയുന്നത് കുറച്ച് അനുയായികളെ സൃഷ്ടിച്ചിട്ട് ഞാൻ ഒരു ചർച്ച് സ്ഥാപിച്ചിട്ട് അതിനെ അവരുമായിട്ട് അഫിലിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യത്തോടു കൂടെ വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ പെന്തിക്കോസുകാരുടെ കാര്യം അറിയാമല്ലോ. കുറേ ആൾക്കാരെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്ന് അപ്പോൾ ഒരു സമൂഹത്തെ ഉണ്ടാക്കി. ഇങ്ങനെ ആളുകളെ കൺവേർഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, നോർത്ത് ഇന്ത്യയിലുണ്ട്. അതാണ് മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, അത് പെന്തിക്കോസുകാർക്കുണ്ട്. പൊതുവേ ഒരു ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് അങ്ങനെയാണ്. മറ്റുള്ള ഗോസ്പൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ആളുകളെ മാറ്റുക എന്ന് തന്നെയാണ്. പക്ഷെ ജീസസ് അതൊരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ജീസസ് അങ്ങനെ ആരെയും കൺവേർട്ട് ചെയ്ത് പറയുമ്പോൾ അച്ഛൻ ഈ മതപരിവർത്തനത്തിനെതിരാണോ? ഞാൻ തീർച്ചയായിട്ടും മതപരിവർത്തനത്തിനെതിരാണ്. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ശബരിമല പോയപ്പോഴും വളരെ പബ്ലിക്കായിട്ട് ഞാൻ അത് പറഞ്ഞിട്ടാണ് പോയത്. കാരണം ഞാനിപ്പോൾ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ആൾക്കാരുടെ ജീവിതം അറിയാം. ചിലപ്പോൾ ഒരു കുടുംബത്തിനകത്ത് ഒരു സഹോദരി ചിലപ്പോൾ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് ഒരു പെന്തക്കോസ് അനുഭവത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ചർച്ചിൻ്റെ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാരവരെ ഒറ്റപ്പെടുത്തും, അവരുടെ സമൂഹം ഒറ്റപ്പെടുത്തും. പിന്നെ എല്ലാ കാര്യങ്ങളിലും ഈ അമ്മ അല്ലെങ്കിൽ ഈ സഹോദരി ഒറ്റയ്ക്ക് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പം ഒരുപാട് സ്ട്രഗിളാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരുപാട് ഫാമിലി എനിക്കറിയാം. അപ്പോൾ ഒരു കൺവേർഷൻ അല്ല ഇതിനകത്ത് ആവശ്യം. ഇപ്പോൾ എനിക്കറിയാൻ പറ്റും, ക്രിസ്ത്യ മതം പറയുന്നതും ഇസ്ലാം മതം പറയുന്നതും ഹൈന്ദവ മതം പറയുന്നതിൻ്റെ എല്ലാം എസൻസ് എന്ന് പറയുന്നത്, കോർ എന്ന് പറയുന്നത് സെയിമാണ്. ഉള്ളിലിരിക്കുന്ന ദൈവത്തെ കണ്ടെത്തുക, ആ ദൈവത്തെ ആസ്വദിക്കുക. ഇതിനപ്പുറത്തേക്ക് ഒരു മതവും വേറെ ഒന്നും പറയുന്നില്ല. സോ ഇതിൻ്റെ പെരിഫറലാണ് വ്യത്യാസം, അകത്തെല്ലാം സെയിമാണ്. ഇന്ന് എനിക്കതറിയാം. സോ ഈ കാര്യത്തെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെയും ഉദ്ദേശം. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു നല്ലൊരു സമയം ചെലവഴിച്ചതിന് ശേഷം
ചർച്ചിൻ്റെ കാര്യങ്ങളിൽ മുമ്പോട്ട് പോകുമ്പോൾ, ഈ ചർച്ചിൻ്റെ കാര്യങ്ങളിൽ മുമ്പോട്ട് പോകുക എന്ന് പറയുമ്പോൾ എൻ്റെ സെമിനാറുകൾ, ട്രെയിനിങ് പ്രോഗ്രാമുകൾ, ക്യാമ്പുകളൊക്കെ വെച്ചിട്ട് മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് ചർച്ചിൻ്റെ ഡോറുകൾ പതുക്കെ പതുക്കെ അടയാൻ തുടങ്ങി. കാരണം സത്യം അവർക്ക് വേണ്ട, അവർക്ക് ബിസിനസ്സാണ് ആഗ്രഹം. സഭ പറയുന്നത് കള്ളമാണെന്ന് അച്ഛൻ പറയുന്നത്. തീർച്ചയായിട്ടും അതിന് പ്രൂഫ് സഹിതം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കള്ളങ്ങൾ? ഞാൻ പറയാം. മാത്രമല്ല, ശരിക്കുമുള്ള സത്യം എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി ഞാനൊരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗോസ്പൽ ഓഫ് മനോജ്. അപ്പോൾ പുസ്തകം ആകുമ്പോഴത്തേക്ക് സുവിശേഷം, അതെ, ഞാൻ കണ്ടെത്തിയ സുവിശേഷം. അപ്പോൾ ജീസസിനെ കുറിച്ച് മത്തായിക്കൊരു സുവിശേഷമുണ്ട്, ജീസസിനെ കുറിച്ച് ലൂക്കോസിന്റെ ഒരു സുവിശേഷമുണ്ട്, ജീസസിനെ കുറിച്ച് അത് തന്നെയാണല്ലോ പുതിയ നിയമം എന്ന് പറയുന്നത്. അതെ, ആർക്കും സുവിശേഷം എഴുതാം. അവരനുഭവിച്ച ആത്മീയ സത്യങ്ങളും അവർ മനസ്സിലാക്കിയ കാര്യങ്ങളും വെച്ചിട്ടാണ് ഈ സുവിശേഷം. പക്ഷെ അത് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെഴുതിയ. ലൂക്കോസ് ക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്നില്ല, പൗലോസിന്റെ ശിഷ്യനായിരുന്നു. മർക്കോസ് യേശുവിന്റെ ശിഷ്യനായിരുന്നില്ല. അതായത് യേശുവിനെ സ്പർശിച്ച ഒരാളുടെ ശിഷ്യനാണ്. അതെ, ഞാനും അതെ. എന്റെയും റോൾ മോഡൽ ക്രിസ്തുവാണ്, മനുഷ്യനായ ക്രിസ്തുവല്ല. ആത്മീക ഭാവം ഉൾക്കൊണ്ട ഒരു ആത്മീയ ഗുരുവാണ് എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് പിന്നെ അതിലോട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി സംസാരിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതിൽ സാർ ഇപ്പോൾ നേരത്തെ ചോദിച്ചില്ലേ എന്താണ് സഭ പറയുന്ന കള്ളം. ഈ 10 കൽപ്പനകളെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചല്ലോ. ഈ 10 കൽപ്പനയിൽ ആദ്യത്തെ കൽപ്പന എന്ന് പറയുന്നത് യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. അത് തന്നെയാണ് ഇസ്ലാം മതവും പറയുന്നത്. അതെ, ഈ കൽപ്പനയുടെ പൊരുൾ എന്താണെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛന്മാർക്ക് പോലും അറിയാമെന്നുള്ളത്. അപ്പോൾ യഹോവയായ ഞാൻ എന്ന് പറയുന്നത്, യഹോവ എന്ന് പറയുന്ന വാക്ക് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. ശരിക്കും ഒറിജിനൽ ബൈബിളിനകത്ത് യഹോവ എന്നല്ല, യാഹ്വേ എന്നാണ്. യാഹ്വേ എന്ന് പറഞ്ഞാൽ ഉള്ളിലെ ജീവശ്വാസം എന്നാണ്. അപ്പോൾ ഉള്ളിലെ ജീവശ്വാസത്തെയാണ് ദൈവിക ഭാവമായിട്ട് ബൈബിൾ പ്രതിപാദിക്കുന്നത്. അപ്പൊ എൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവശ്വാസം അല്ലെങ്കിൽ ആ ദൈവിക ഭാവം, അതിനെ വിട്ട് വേറൊരു ദൈവം നിനക്കുണ്ടാകരുതെന്ന്. അതായത് പുറമേ ഒരു ദൈവത്തെ അന്വേഷിച്ച് നീ പോകരുത്. ദൈവം നിന്റെ ഉള്ളിലാണ്, അല്ലെങ്കിൽ നീ തന്നെയാണ് ദൈവം. ഇതാണ് ആദ്യത്തെ കൽപ്പന. അത് ആചാര്യസ്വാമികൾ, ശങ്കരാചാര്യർ മുതൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതാണ്. അതെ, കണ്ണാടി വെച്ച് തന്നല്ലോ ഗുരുദേവൻ. അതെ, അപ്പോൾ ബൈബിളിനകത്തുള്ള 10 കൽപ്പനയിൽ ആദ്യത്തെ കൽപ്പനയും എൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തെ നീ കണ്ടെത്തൂ എന്നുള്ളതാണ്, പുറത്ത് അന്വേഷിക്കരുതെന്ന്. അതാണ് ആദ്യത്തെ കൽപ്പന. പക്ഷേ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത്, ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ പിടിച്ചിട്ട് ദൈവമാക്കി വെച്ചിട്ട് ഒരു ബ്രാൻഡ് അംബാസിഡർ ആക്കി വെച്ചിട്ട് അദ്ദേഹത്തിന് വിറ്റ് കാശുണ്ടാക്കുന്ന രീതിയിലാണ് അതിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അച്ഛൻ പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിത്തറയെ നിഷേധിക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും എന്റെ പുസ്തകത്തിനകത്ത് തന്നെയാണ് ഞാൻ റിവീൽ ചെയ്തിരിക്കുന്നത്. ക്രിസ്ത്യാനിറ്റിയെ ഒരു കള്ളമാണെന്നാണ് അച്ഛൻ പറയുന്നത്. ക്രിസ്തീയ മതം കള്ളമാണ്, ക്രിസ്ത്യാനിറ്റി കള്ളമെന്നല്ല. ക്രിസ്തുവിന്റെ അനുയായികൾ അത് കള്ളമല്ല. ക്രിസ്തീയ സഭ, സഭയും ക്രിസ്ത്യാനിറ്റിയും രണ്ടാണ്. അതെ, അപ്പൊ ക്രിസ്തീയ സഭ വേരൂന്നിയിരിക്കുന്ന ഡോക്ട്രിൻസ് എന്ന് പറയുന്നത് ഫാബ്രിക്കേറ്റഡ് ആണ്. അതിന് ബൈബിളുമായിട്ട് യാതൊരു അടിസ്ഥാനവുമില്ല, അതിന് ജീസസുമായിട്ട് യാതൊരു അടിസ്ഥാനവുമില്ല. അത് അവർ കെട്ടിച്ചമച്ചിരിക്കുന്ന പൊള്ളയായ ഒരു ഇതിൻ്റെ പുറത്ത് നിലനിൽക്കുന്ന ഒരു മതമാണ്. അപ്പം അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ ശബരിമലയിലെ തത്വമസിയും കൂടെ ഞാൻ വിളംബരം ചെയ്യാനായിട്ട് ശബരിമല പോയപ്പോഴാണ് സഭയുടെ പല ക്വസ്റ്റ്യൻസ് എനിക്ക് അഭിമുഖീകരിക്കാൻ. അച്ഛൻ പറഞ്ഞത് ശരിയാണ്. ശബരിമലയില് തത്വമസി, അഹം ബ്രഹ്മാസ്മി എന്നുള്ള സിദ്ധാന്തമാണ്. കാരണം ഭഗവാനെ കാണാൻ വേണ്ടി മാല ഇടുന്ന ഒരാൾ അയ്യപ്പനാണ്. അയ്യപ്പൻ കാണാൻ പോകുന്നത് അയ്യപ്പനെയാണ്. ഭഗവാനും ഭക്തനും ഒന്നാണ്. ലോകത്ത് ഒരിടത്തും ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല, ഹിന്ദു മതത്തിലും ഇല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു, ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, അദ്വൈതം എന്ന് പറയുന്നതിന്റെ ലോകത്തെ ഏറ്റവും വലിയ സ്കൂള് ശബരിമലയാണ്. അപ്പൊ ശബരിമല ഞാൻ ഒരിക്കലും പോയത് ഒരു ബിംബത്തെ ആരാധിക്കാനോ ഒരു വിഗ്രഹത്തെ വണങ്ങാനോ വേണ്ടിയിട്ടല്ല. ശബരിമലയിൽ ഇരിക്കുന്ന തത്വമസി എന്ന് പറയുന്ന ആ പൊരുളിനെ ഞാൻ മനസ്സിലാക്കണം. അകംപൊരുൾ, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, അകംപൊരുൾ. അത് എന്നിൽ സത്യമായി. അപ്പൊ ആ സത്യമായതിനെ എൻ്റെ കൂട്ടു സഹോദരങ്ങളുടെ മുമ്പിൽ കൂടെ ഒന്ന് വിളംബരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സ്ഥലം തന്നെ ഞാൻ തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം. അത് ഞാൻ അന്ന് എൻ്റെ പേഴ്സണൽ ഇൻ്റർവ്യൂവിനകത്തും ഞാൻ ചെയ്ത വീഡിയോസിനകത്തും ഒക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ആർക്കും അതൊന്നും കാണാതെ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും മലയാളികളുടെ ഒരു ചെറിയ സ്വഭാവം ഉണ്ടല്ലോ, കണ്ണടച്ച് വിമർശിക്കുക. സോ അങ്ങനെ വിമർശിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള കുറച്ച് തിക്താനുഭവങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ പിന്നെ സഭയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അത് സഭയുടെ പ്രതികരണം എന്തായിരുന്നു അച്ഛൻ പോയപ്പോൾ? അതെ, പോകുന്നതിന് മുമ്പ് തന്നെ പ്രശ്നം ഉണ്ടായിരുന്നു. അതെ, ഞാൻ മാലയിട്ട് ആ സമയത്തെ വാർത്തകൾ വന്നല്ലോ. അപ്പോൾ ആ സമയത്തെ സഭ എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, എന്തിനു പോകുന്നു, ഉദ്ദേശം എന്താ. അപ്പം ഞാൻ ഉദ്ദേശശുദ്ധിയൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയില്ല. അപ്പൊ ഞാനായിട്ട് അവരുടെ വിശ്വാസത്തിനും അവരുടെ കാര്യങ്ങൾക്കും ഒരു കരടാകണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ സ്വയമേ എന്റെ ലൈസൻസും കാര്യങ്ങളും അവരുടെ അത്രമാത്രം അതിൽ നിന്ന് അച്ഛൻ വിട്ടുപോയോ? ഞാൻ അതിനകത്ത് ഇപ്പൊ വെളിയില്ല. ഞാൻ മനസ്സുകൊണ്ട് പോലും ആഭിമുഖ്യമില്ല. ഇല്ല, ക്രിസ്തുവിനോടുണ്ട്, ബൈബിളിനോടുണ്ട്, പക്ഷെ ക്രിസ്തീയ സഭയോടോ ക്രിസ്തീയ മതത്തോടോ ഇല്ല, എസ്റ്റാബ്ലിഷ്മെന്റിനോടില്ല. അങ്ങനെ ഒരു ക്രിസ്ത്യാനിക്ക് ജീവിക്കാൻ പറ്റും?
ജീവിക്കാൻ പറ്റും. ഇപ്പൊ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞാൽ കല്യാണം നടത്തുക, മരണാനന്തര ചടങ്ങ് നടത്തുക. എനിക്കിത് രണ്ടിനും എൻ്റെതായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ എൻ്റെ കുടുംബത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പബ്ലിക് ശ്മശാനമുണ്ട്, എനിക്ക് പിന്നെ അച്ഛന്മാരുടെ സേവനം വേണ്ട. ഇനി എൻ്റെ മകളുടെ കല്യാണം നടക്കാൻ പോകുന്നതേ ഉള്ളൂ, 23 വയസ്സേ ഉള്ളൂ. എനിക്ക് ഒരു അച്ഛൻ്റെയോ അല്ലെങ്കിൽ ഒരു സഭയുടെയോ അകമ്പടി വേണ്ട മോളുടെ കല്യാണം നടത്താൻ. ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഓഡിറ്റോറിയം ഉണ്ട്, എനിക്ക് അവിടെ വെച്ച് മോളുടെ കല്യാണം നടത്താം. അങ്ങനെ വിവാഹത്തിന് തയ്യാറായി വരുന്നവരെ സഭ വിലക്കില്ലേ? എനിക്ക് ക്രിസ്തീയ ഒരു പയ്യനെ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, മനുഷ്യനായാൽ മതി. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള പേടിയില്ലാത്തത് കൊണ്ട് എനിക്ക് ആ സഭയുടെ ചിട്ടവട്ടങ്ങളിൽ എനിക്ക് താല്പര്യമില്ല ഇനി മുമ്പോട്ട് പോകാനായിട്ട്. അപ്പോൾ ഞാൻ പൂർണ്ണമായും ഞാൻ അതിനകത്തൊന്ന് സ്വതന്ത്രനാണ്. ഈ എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിം മതം വിട്ടു പോകുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയുണ്ട്. അങ്ങനെ ഒരു മൂവ്മെന്റ് ക്രൈസ്തവർക്കിടയിലുണ്ടോ? ഇല്ല, ഒന്ന് രണ്ട് പേരൊക്കെ അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലനിൽക്കുന്നു എന്നല്ലാതെ അതിന്റെ സംഘടനയില്ല. ഒരുപക്ഷെ സാറ് കേട്ടിട്ടുണ്ടാവും, നമ്മുടെ സാമുവൽ കൂടൽ, അദ്ദേഹം ഇതുപോലെ തിക്താനുഭവങ്ങൾ ഏറെ അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ് പുറത്തേക്ക് വന്നത് കൊണ്ട്. അങ്ങനെയുള്ള ഒത്തിരി പുറത്തേക്ക് പോയാൽ പിന്നീട് എന്താണ് ഒരു വിലക്കുണ്ടാവുക? മഹറോൻ കൽപ്പിച്ച് പുറത്താക്കുക എന്നൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട്. മഹറോൻ ചൊല്ലി പുറത്ത്, അത് ഇതുമായിട്ട് ബന്ധമുള്ളതാണ്? എനിക്കറിയില്ല. ഇല്ല, അത് ഇതുമായിട്ട് ബന്ധമില്ല. എന്നാലും അതിനകത്തുള്ള ബാക്കി കാര്യങ്ങളിലൊന്നും നമുക്കിനി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ പുറത്തു നിർത്തും. അത് മാത്രമല്ല, രൂക്ഷമായ വിമർശനം. ഇപ്പം ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു യൂട്യൂബ് വീഡിയോ ഇടുകയാണെങ്കിൽ, താഴെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തിടുന്ന 95% കമൻറ്റും തീരെ വൾഗറായിട്ടുള്ള കമൻറ്റാണ്. നോക്കിക്കഴിഞ്ഞാൽ അതൊരു മത്തായി ആയിരിക്കാം, അല്ലെങ്കിൽ ജോണായിരിക്കാം, അല്ലെങ്കിൽ കറിയാച്ചനായിരിക്കാം. ആ പേരുകൾ കേൾക്കുന്നത് ഈ ക്രൈസ്തവ നാമധാരികളായ ആളുകൾക്ക് ഇത്ര ചിത്ത പറയാൻ മാത്രമുള്ള ദേഷ്യം ഉണ്ടാവാൻ എന്തായിരിക്കും? അല്ല, അവരുടെ മനസ്സിനകത്ത് ഉറച്ചു പോയൊരു വികാരം ഉണ്ടല്ലോ, ഈ കൽപ്പനകളും സഭ പഠിപ്പിച്ച ഡോക്ടറിൻസും. അപ്പോൾ ഒരു അച്ഛനായിരുന്ന ഒരു വ്യക്തി ഇതിനെല്ലാം തിരസ്കരിച്ചുകൊണ്ട് മറ്റൊരു മതത്തിന്റെ വക്താവായിട്ട് നിൽക്കുന്നു എന്നാണ് അവരുടെ ധാരണ. അച്ഛൻ മറ്റൊരു മതത്തിന്റെ വക്താവാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. ഞാൻ സത്യത്തിൽ ഇതിന്റെ പിന്നിലെല്ലാം സയൻസ് ആണല്ലോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ പോയി മേടിച്ചിട്ട ചന്ദനമല്ല, ഞാൻ എൻ്റെ വീട്ടിലെ ചന്ദനത്തിന്റെ മരം വെച്ച് ഉരച്ച് അതിന്റെ ഇതിട്ടതാ, സെൽഫ് മെയ്ഡാണ്. ഓക്കെ, ഇതിടുമ്പോൾ ഒരു കുളിർമ കിട്ടും. പിന്നെ ഞാൻ മാല ഇട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് വ്രതനിഷ്ഠകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. ഞാൻ കഴിഞ്ഞ 11-ാം തീയതി മുതൽ ഞാൻ വ്രതത്തിലാണ്. 41 ദിവസത്തെ വ്രതം. അത് തീർച്ചയായിട്ടും നവംബർ 20-ാം തീയതിയാണ് ഞാൻ അടുത്ത ശബരിമല പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്രയും രണ്ടാമത്തെ പോകുന്നത്. അപ്പോൾ അത്രയും കാലം ഞാൻ ഒരു വ്രതത്തിലാണ്. അത് മതം പറയുന്ന വ്രതമല്ല, ഞാൻ അത് എൻ്റെതായിട്ടുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ ഞാൻ ചിട്ടപ്പെടുത്തുന്നുണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത്. അച്ഛൻ ഈ പരമ്പരാഗത ശബരിമല തീർത്ഥാടകരിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ശബരിമല പോയതിനു ശേഷം ഞാൻ അതിന്റെ കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. അതിന്റെ പിന്നിലുള്ള സയൻസ് എന്താണെന്നുള്ളത് അന്വേഷിച്ചു. എല്ലാ കാര്യത്തിന്റെ പിന്നിലൊരു സയൻസ് ഉണ്ടാവുമല്ലോ. ഏത് ക്ഷേത്രമാണെങ്കിലും ഏത് പ്രതിഷ്ഠയാണെങ്കിലും അതിന്റെ പിന്നിലൊരു ശാസ്ത്രം ഉണ്ടാവും. അപ്പൊ അങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്കാണ് ഒരു വ്യക്തിയെ ഞാൻ കണ്ടുമുട്ടി, ഒരു സന്തോഷ് ചെത്തിയോട്. അദ്ദേഹമാണ് സാറിന്റെ വിളിച്ചിട്ട്, അതെ, അദ്ദേഹം ഒരു ആചാര്യനാണ്. അദ്ദേഹമാണ് ശബരിമലയുടെ ശരിക്കുമുള്ള ശാസ്ത്രീയ സത്യം എനിക്ക് പറഞ്ഞു തരുന്നത്. ശിവൻ ആരാണ്, പാർവതി ആരാണ്, വിഷ്ണു ആരാണ്, ലക്ഷ്മി ആരാണ്, ബ്രഹ്മാവ് ആരാണ്, അയ്യപ്പൻ ആരാണ്, ശാസ്താവ് ആരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ സത്യാവസ്ഥ, നിജാവസ്ഥ, ശാസ്ത്രീയ വശം, ശബരിമലയിലെ പ്രതിഷ്ഠയുടെ ശാസ്ത്രീയത എന്താ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഒരിക്കൽ ശബരിമല പോകണമെന്ന് വിചാരിച്ചിരുന്നു. അതിനുശേഷം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആഗ്രഹിച്ചു ഒന്നുകൂടെ എനിക്ക് ശബരിമല പോകണം. കാരണം ഞാൻ ഈ അറിഞ്ഞ സത്യങ്ങൾ മനസ്സിലാക്കാതെയാണ് പലരും ശബരിമല പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ ആവശ്യത്തിനോ എൻ്റെ ഒരു കുടുംബപരമായ ആവശ്യത്തിനോ അവിടെ പോയി നേർച്ചിട്ടിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഒന്നും ഉണ്ടാവില്ല. അതിന് പിന്നിൽ മറ്റൊന്നാണ്. ആ മറ്റൊന്ന് എന്താണെന്ന് ജനങ്ങൾ അറിയണം. അതിനു വേണ്ടിയിട്ട് ഇതൊരു മുഖാന്തരമാകട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ രണ്ടാമത് പോകുന്നത്. പക്ഷെ അത് അച്ഛൻ പറയുന്നത് അങ്ങനെ വളരെ ചുരുക്കം ആളുകൾക്ക് ഒരു ആത്മീയ അന്വേഷണത്തിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ ശബരിമലയിൽ നിന്നല്ല പോകാൻ കഴിയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഭൗതികമായ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടാണ്, അതെ, അല്ലെങ്കിൽ ഒരു മനസ്സുഖത്തിന് വേണ്ടിയിട്ടാണ്. അതെ, പക്ഷെ അങ്ങനെ പോകേണ്ട ഒരു സ്ഥലമല്ല ശബരിമല എന്നുള്ളത് കൊണ്ടാണ് അതിന്റെ പ്രാധാന്യം ഏറെയാകുന്നത്. പിന്നെ എങ്ങനെയാണ് ശബരിമലയ്ക്ക് പോകേണ്ടത്? ഓക്കെ, അത് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു വലിയൊരു സ്റ്റോറിയാണ്. അത് ഞാനിപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു നക്ഷലിൽ പറയാം, മറ്റൊരു അവസരത്തിൽ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ റിവീൽ ചെയ്യും. ഇപ്പോൾ ശബരിമലയുടെ ശാസ്ത്രീയ വശം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ത്രേതായുഗത്തിലേക്ക് പോകണം. പരശുരാമൻ ഉണ്ടാക്കി വെച്ച അദ്ദേഹത്തിന്റെ ശ്രീരാമ സിദ്ധാന്തത്തിനെ ബേസ് ചെയ്തിട്ടാണ് പരശുരാമൻ ഇവിടെ ഭാർഗവീ നിലയം സൃഷ്ടിക്കാനായിട്ട് കേരളത്തിൽ വരുന്നത്. ഭാർഗവീ ക്ഷേത്രം. സോ ഈ ഭാർഗവ നിലയം അദ്ദേഹം സൃഷ്ടിക്കാനായിട്ടുള്ള ഭാർഗവ ക്ഷേത്രം. അതെ, ഭാർഗവ ക്ഷേത്രം. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ടേംസ് ഒക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും തെറ്റുകൾ ക്ഷമിക്കുക.
ഓക്കെ, അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതനുസരിച്ച് അദ്ദേഹം പറഞ്ഞത് ശാസ്ത്രം അതാണ്. ശ്രീരാമൻ താടകവനത്തെ ശുദ്ധീകരിച്ച് അന്ന് അവിടെ മഴ പെയ്യിപ്പിച്ച അതേ ശാസ്ത്രീയ സത്യം പരശുരാമൻ മനസ്സിലാക്കിയപ്പോൾ ഈ ദക്ഷിണ ഇന്ത്യയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അറബിക്കടലിൽ രൂപം കൊള്ളുന്ന മഴമേഘങ്ങൾ അല്ലെങ്കിൽ നീരാവി സഞ്ചരിച്ച് ബംഗാൾ ഉൾക്കടലിൽ പോയി അവിടെ ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോൾ അത് സഞ്ചരിച്ച് നേരെ അറബിക്കടലിൽ പോയി വരും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടുക്ക് വെച്ചതിനെ തടഞ്ഞു നിർത്താനായിട്ട് നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ ചില ഏരിയയിൽ നിന്നും ഹൈറ്റ് പോരാ, അതിന്റെ മുകളിലൂടെ ഈ മേഘവീചികൾ കടന്നു പോകും, ആകാശഗംഗ അങ്ങനെ കടന്നു പോകും. അപ്പോൾ അദ്ദേഹം ഇത് വീക്ഷിച്ചപ്പോഴത്തേക്ക് ആ ശബരിമല സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തുള്ള 18 മലകളിൽ തീരെ പൊക്കം കുറവാണ്. അവിടെ കൂടെയാണ് ഈ മേഘങ്ങളുടെ സഞ്ചാരം കൂടുതലായി വരുന്നത്. അപ്പോൾ അദ്ദേഹം ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഈ 18 മലകളിലും വലിയ വൃക്ഷപ്രകൃതികൾ, വലിയ ഹ്യൂജായിട്ട് വളരുന്ന വൃക്ഷങ്ങളെ, കൽപ്പവൃക്ഷം ഉൾപ്പെടെയുള്ള വൃക്ഷങ്ങളെ അവിടെ നട്ടുപരിപാലിച്ചു. അപ്പോൾ സസ്യഭുക്കുകളായ എരുമ പോലെയുള്ള സസ്യഭുക്കുകൾ അങ്ങനെ കയറാതിരിക്കാൻ വേണ്ടി ആ എരുമേലി പോലുള്ള അവിടെകളിലെല്ലാം അതിൻ്റെ ബൗണ്ടറി തീർത്തിട്ട് അവിടെ ടൈഗർ ഫോറസ്റ്റ് ആയിട്ട് അതിനെ മാറ്റി. അപ്പോൾ എന്നിട്ടാണ് ആ ശബരി പീഠം അവിടെ ഒരുക്കുന്നത്. ശബരി പീഠം എന്ന് പറയുന്നത് ജലത്തിന്റെ പീഠമെന്നാണ്. അപ്പൊ ജലത്തിന്റെ പീഠം എന്ന് പറയുന്നത് ഈ മഴയെ പെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് അദ്ദേഹം അവിടെ ഒരുക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ മരങ്ങൾ ഉയർന്നപ്പോൾ അതുവഴി പോകുന്ന മേഘങ്ങളെ തടഞ്ഞു നിർത്തി ഘനീഭവിപ്പിച്ച് അവിടെ മഴ പെയ്യിപ്പിച്ചിട്ട് ആ മലയുടെ 2 സൈഡിലും, പശ്ചിമഘട്ടത്തിന്റെ 2 സൈഡിലും, സൗത്ത് ഇന്ത്യ മുഴുവനും മഴ വെള്ളം കൊണ്ട് നിറയുന്ന രീതിയിൽ അദ്ദേഹം അവിടെ ഒരുക്കി. അങ്ങനെ മഴ കിട്ടി, പുഴ ഒഴുകാൻ തുടങ്ങി. അപ്പൊ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഈ വെള്ളം വീണ്ടും പാഴായി പോകാൻ പാടില്ല, നിൽക്കണം. അതിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് എന്തൊക്കെ കൃഷി ചെയ്യണം എന്നുള്ളത് അദ്ദേഹം ചിട്ടപ്പെടുത്തി. അപ്പൊ കേരളത്തിന്റെ ഒരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവിടെ പുഴകൾ രൂപപ്പെട്ട് കഴിഞ്ഞാൽ നേരെ പോയി അറബിക്കടൽ അത് ഒഴിയങ്ങ് നാശമായി പോകും. അപ്പൊ ഇതിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിപ്പിക്കുന്ന ആ വൈഭവത്തെ യൂസ് ആകണമെന്നുണ്ടെങ്കിൽ നെൽപ്പാടങ്ങൾ വേണം. നെൽപ്പാടങ്ങളുടെ പ്രത്യേകത വെള്ളം കെട്ടി നിർത്താൻ പറ്റും. അപ്പോൾ അത് പ്രിസർവ് ചെയ്ത് അകത്തോട്ട് ജലസംഭരണികളിലോട്ട് അതിന് എടുക്കാൻ പറ്റും. മാത്രമല്ല അതിനോടൊപ്പം തന്നെ കേരങ്ങളെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, കേരത്തെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ടിൻ്റെ പ്രത്യേകതയുണ്ട്, വെള്ളത്തെ തടഞ്ഞു നിർത്തും. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് നെൽകൃഷിയും തെങ്ങ് കൃഷിയും അദ്ദേഹം ആരംഭിച്ചു. അത് പരശുരാമന്റെ കാലത്തുണ്ടായതാണ്. ആ അപ്പുറത്തെ സൈഡിൽ അദ്ദേഹത്തിന്റെ ഭൂപ്രകൃതി നോക്കുമ്പോൾ ഈ നവധാന്യങ്ങളെ വിളയിപ്പിക്കാൻ പറ്റിയ ഭൂമിയാന്ന് വെച്ചിട്ടാണ് തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിലെല്ലാം നവധാന്യങ്ങളെ കൊണ്ട് അദ്ദേഹം നിറച്ചത്. അപ്പൊ അങ്ങനെ മഴ പെയ്യിപ്പിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള കൃഷി രീതികളും അദ്ദേഹം സ്ഥാപിച്ചു. സോ ഈ ശബരി പീഠത്തിൽ നിന്നാണ് ഇതെല്ലാം തുടങ്ങുന്നത്. അപ്പൊ ഈ ശബരി എന്ന് പറയുന്ന, പാർവതി എന്ന് പറയുന്നത് ജലമാണ്, ശിവൻ എന്ന് പറയുന്നത് മണ്ണാണ്. അപ്പൊ പാർവതിയും ശിവനെയും ചേർത്ത് വെക്കുന്നതിന് വൃക്ഷപ്രകൃതിയുടെ സംരക്ഷണം ആവശ്യമാണ്. ഈ വൃക്ഷപ്രകൃതിയാണ് വിഷ്ണു എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ശാസ്ത്രീയ കാര്യങ്ങൾ ഞാനിത് ജസ്റ്റ് ഓടിച്ച് പറഞ്ഞതേ ഉള്ളൂ, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് വിശദമായിട്ട് വീണ്ടും സംസാരിക്കാം. അപ്പോൾ വിഷ്ണു എന്താണെന്നുള്ളത് അത് സസ്യ പ്രകൃതിയാണെന്നും, പാർവതി എന്താ അത് ശുദ്ധമായ ജലമാണെന്നും, ശിവൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭൂമിയാണെന്നും, ഇന്ദ്രൻ എന്ന് പറയുന്നത് ഈ മഴമേഘങ്ങളുടെ ഒരു പ്രത്യേകതയാണെന്നും. സോ ഇങ്ങനെ പറയുന്ന ഈ ഹൈന്ദവ ദേവസങ്കല്പങ്ങളുടെ പിന്നിലുള്ള ശാസ്ത്രീയ കാര്യങ്ങൾ, ദേവസങ്കല്പങ്ങൾക്ക് ഒരു ശാസ്ത്രീയത ഉണ്ട് എന്നാണ് അച്ഛൻ പറയുന്നത്. തീർച്ചയായിട്ടും അതൊന്നും കെട്ടുകഥകളല്ല, പക്ഷെ അത് മിത്താണെന്നാണ് ചില ആളുകൾ പറയുന്നത്. അത് പറയുന്നവർക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. സോ ഞാനൊരു IT എഞ്ചിനീയർ ആയി ഈ ഒരു മേഖലയിലേക്ക്, ഒരു സ്പിരിച്വൽ മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ എൻ്റെ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് സ്പിരിച്വൽ സയന്റിസ്റ്റ് എന്നാണ്. സയന്റിസ്റ്റ് എന്ന് ഞാൻ വെറുതെ നാമകരണം ചെയ്തതല്ല. ഞാൻ ഒരു കാര്യം വിശ്വസിക്കണമെങ്കിൽ അതിന് പിന്നുള്ള സയൻസ് എനിക്ക് മനസ്സിലാകണം, അത് എൻ്റെ ലൈഫിനകത്ത് അപ്ലൈ ആകണം, എനിക്കത് ആസ്വദിക്കാൻ പറ്റണം, എങ്കിൽ മാത്രമേ ഞാൻ അത് സംസാരിക്കാറുള്ളൂ. അപ്പോൾ ജീസസിൻ്റെ കാര്യം പറയുമ്പോഴും ബൈബിളിൻ്റെ കാര്യം പറയുമ്പോഴും സെയിം വേ, ഞാൻ മനസ്സിലാക്കിയ കാര്യം മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. ഞാൻ ജീസസിന്റെ ക്രൂശീകരണം വിശ്വസിക്കുന്നില്ല, യേശുവിന്റെ ഉയർപ്പ് ഞാൻ വിശ്വസിക്കുന്നില്ല, കുരിശിൽ മരിച്ചിട്ടുമില്ല, ഉയർത്തെഴുന്നേറ്റിട്ടുമില്ല. അതും ഈ പറഞ്ഞതുപോലെ മറ്റൊരു ശാസ്ത്രീയ സത്യമാണ്. ഇപ്പൊ ക്രൂശ് മരണവുമില്ല, അടക്കമില്ല, ഉയർപ്പുമില്ല, സ്വർഗാരോഹണവുമില്ല. ഇതിന്റെ പിന്നിൽ ഈ പറഞ്ഞിരിക്കുന്നത് ഒരു രൂപകാത്മകമായിട്ട് ഒരു മെറ്റാഫോറാണ്. ഇതിന്റെ പിന്നിൽ മറ്റൊരു സത്യമുണ്ട്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ യേശു കർത്താവ് ലാസറിനെ ഉയർപ്പിച്ചു എന്ന് പറയുന്നു, മരിച്ച ഒരാളെ ഉയർപ്പിച്ചു എന്ന് പറയുന്നു, അതൊരു മെറ്റാഫോറാണ്, മരിച്ച ഒരു വ്യക്തിയെ ഉയർപ്പിച്ചതല്ല. ജീസസ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി എന്ന് പറയുന്നു, ഒരിക്കലും ഈ വെള്ളത്തെ വീഞ്ഞാക്കാൻ പറ്റത്തില്ല, നമുക്കറിയാം. സോ അതിന്റെ പിന്നിലും അത് ആളുകൾക്ക് ചില കാര്യങ്ങൾ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതീകാത്മകമായി പറയുന്ന ചില കാര്യങ്ങളാണ്. പക്ഷെ ഇതെല്ലാം ക്രിസ്ത്യാനികൾ വിശ്വസിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം അത്ഭുതങ്ങളാണ്, ഇതെല്ലാം ചെയ്ത ആള് ദൈവമാണ്. സോ ഇതിന്റെ പിന്നിലെല്ലാം ഉള്ള ശാസ്ത്രീയതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇതേ കാര്യം തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഹൈന്ദവ ദൈവസങ്കല്പത്തിന്റെ പിന്നിലും ഉള്ളത്. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് മൗണ്ടുകളാണ്,
ഓക്കെ, സുബ്രഹ്മണ്യന്റെ വേൽ എന്ന് പറയുന്നത്, ആ ആയുധം എന്ന് പറയുന്നത് മരങ്ങളാണ്. അപ്പം ആ അമ്പ ചെയ്തിട്ടാണ് മഴമേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കുന്നത്. സോ ഇതിലെല്ലാം ശാസ്ത്രീയതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് പബ്ലിക്കിന്റെ മുമ്പിൽ അല്ല, ഇങ്ങനെ ഈ അച്ഛന് ഈ ക്രൈസ്തവ പുരോഹിതനായിരുന്നിട്ടും ക്രിസ്തീയ വിശ്വാസത്തിൽ ഈ ശാസ്ത്രീയത കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ക്രിസ്തീയ മതത്തിനകത്തില്ലല്ലോ. കാരണം ഇത് രൂപപ്പെട്ടത് ജെറുസലേമിലാണ്. ജെറുസലേമിൽ പറയുന്ന കാര്യങ്ങളൊന്നും കേരളത്തിന് ആവശ്യമുള്ള കാര്യങ്ങളല്ല. അപ്പം അത് ജെറുസലേമിന് ആവശ്യമായിട്ടുള്ള കാര്യം. അപ്പം മഹാത്മാഗാന്ധി ഇന്ത്യയുടെ നവോത്ഥാന നായകനായിരുന്നു, ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതശൈലികളോ ബാക്കിയുള്ള കാര്യങ്ങളോ പറഞ്ഞാലും നമ്മൾ കേരളത്തിലോ ഇന്ത്യയിലുള്ള ഒരു ക്രിസ്തു മതം സ്വീകരിക്കേണ്ട കാര്യമില്ല, ആവശ്യമില്ല. നമുക്കൊരു ഫോറിൻ മതത്തിന്റെ ആവശ്യമില്ല. ഉണ്ടോ? ഇന്ത്യക്കാർക്ക് ക്രിസ്തു മതം വേണ്ട. പിന്നെ ക്രിസ്തു മതം വന്ന് മാത്രമല്ല, വേറെ ഒരു ഫോറിൻ മതവും വേണ്ട, ഹിന്ദു മതം മാത്രം മതി. ഹിന്ദു മതവും വേണ്ട. ഹിന്ദു മുന്നോട്ട് വെക്കുന്ന ശാസ്ത്രീയത മതി, മതവും എടുക്കേണ്ട ആവശ്യമില്ല. അച്ഛൻ ക്രിസ്തങ്കിയാണ് അല്ല, ഞാൻ ശരിക്കും ഒരു ആത്മീക വക്താവെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ആത്മീക. അച്ഛൻ പറയുന്നത് ഹിന്ദു മതമാണ് ശാസ്ത്രീയം എന്ന് പറയുന്നു, ഹിന്ദു ദൈവങ്ങൾ മിത്തല്ല എന്ന് പറയുന്നു, ക്രിസ്തു മതം പോലെയുള്ള വൈദേശിക മതങ്ങൾ വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ ഉറപ്പായും അച്ഛനെ ക്രിസ്തങ്കി എന്ന് വിളിക്കും. ആൾക്കാരെന്ന് വിളിച്ചോട്ടെ, എന്തുവേണമെങ്കിലും വിളിച്ചോട്ടെ. പക്ഷെ ഞാൻ എൻ്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ഈ അതിർവരമ്പുകൾ പൊട്ടണം. ഇസ്ലാമിക, ക്രിസ്തീയ, ഹൈന്ദവ, ബുദ്ധ, ഈ ബൗണ്ടറിയുടെ ആവശ്യമില്ല. ഇതെല്ലാം മനുഷ്യനുണ്ടാക്കി വെച്ചതാണ്. അപ്പൊ ശരിക്കുമുള്ള ശാസ്ത്രീയ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബൗണ്ടറികൾ പൊട്ടും. എന്താണ് വേദങ്ങൾ പറയുന്നത് എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹൈന്ദവ മതത്തിന്റെ ആവശ്യമില്ല, സാഹോദര്യമാണ് അവിടെ. ഈ മതങ്ങളെല്ലാം അഭിപ്രായങ്ങളാണ്. അഭിപ്രായങ്ങൾ ഒന്നിലേറെ മതങ്ങൾ ഉണ്ടാവുമ്പോഴാണ് പേരുകൾക്ക് പ്രസക്തി. ഒന്നേ ഉള്ളെങ്കിൽ പേര് വേണ്ട, ആവശ്യമില്ല. ഇപ്പൊ ഈ ക്രിസ്തീയ മതം എടുത്തേ, ഒരു ബൈബിളിനെ വിശ്വസിക്കുന്ന, ഒരു ജീസസിനെ വിശ്വസിക്കുന്ന എത്ര സഭകളുണ്ട്? ഇന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 45,000-ലധികം സഭകളുണ്ട്. പരസ്പരം പെണ്ണു കൊടുക്കാത്ത സഭകളുണ്ട്, പരസ്പരം കൊല്ലുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കേരളത്തിൽ പോലും പള്ളികൾക്ക് വേണ്ടി നടക്കുന്ന അടി, ശവമടക്കാൻ സ്ഥലമില്ല, കൊലപാതകങ്ങൾ. സോ ഇതെല്ലാം അഭിപ്രായങ്ങളായതുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത്, വേരിയേഷൻ വരുന്നത്. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള സത്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും സ്പ്ലിറ്റിംഗ് ഉണ്ടാകത്തില്ല. സത്യം മനസ്സിലാക്കാൻ ഐക്യത ഉണ്ടാകും. അഭിപ്രായത്തിന് പിന്നെ പോകുമ്പോൾ എനിക്കൊരു അഭിപ്രായം ഉണ്ടാകാം, സാറിനൊരു അഭിപ്രായം ഉണ്ടാകാം. അല്ല, ഈ ക്രിസ്തു മതം കള്ളമാണെന്നൊക്കെ പറഞ്ഞ അച്ഛനെ എങ്ങനെ പുറത്താക്കാതിരിക്കും? ജീവനോടെ ഇരിക്കുന്നത് ഭാഗ്യം. അതെ, അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് റാഡിക്കൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പൊ ഇല്ലാത്തത്, പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇല്ലാത്തത് കൊണ്ട് അച്ഛന് കുഴപ്പമില്ല. ഏതായാലും അച്ഛൻ ശബരിമലയ്ക്ക് പോയിട്ട് വരൂ. അതിന് ശേഷം അച്ഛനുമായിട്ട് വീണ്ടും സംസാരിക്കണം. നമസ്കാരം.